17 വയസ്സുള്ള ഒരു +2കാരനെ ഈ അടുത്ത് കൗൺസിലിങ്ങിന് വിധേയനാക്കി. ആ സമയത്ത് അദ്ദേഹം സംസാരിച്ചൊരു കാര്യം, ഉപ്പയോട് അടുക്കാൻ, പിതാവിനോട് അടുക്കാൻ എനിക്ക് പറ്റുന്നില്ല, പക്ഷേ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് മോൻ പറഞ്ഞത്, എൻ്റെ 10ാമത്തെ വയസ്സിൽ മാക്സിമം വികൃതി കാണിക്കുന്ന സമയത്താണ് പിതാവിൻ്റെ വരവ്. എന്നോട് കൂടുതൽ ദേഷ്യം പിടിക്കുക. അതിനു മുമ്പ് ഞങ്ങൾക്ക് കമ്പനിയില്ല, കാരണം പിതാവ് തിരക്കിലായിരിക്കും, ഞാൻ നാട്ടിലായിരിക്കും. വന്ന് കാണുമ്പോൾ തന്നെ വികൃതിയുള്ള എന്നെ കണ്ട് എപ്പോഴും ദേഷ്യം പിടിക്കുന്ന സാഹചര്യം. ഇപ്പോഴും ഞങ്ങൾ തമ്മിൽ ഒരുപാട് ദൂരം അനുഭവിക്കുന്നുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് ചോദിച്ചൊരു കാര്യം, നാട്ടിൽ നിലവിൽ ഉണ്ട് 5 വർഷമായിട്ട് വീട്ടിൽ, അല്ലെങ്കിൽ 5 വർഷത്തിനപ്പുറം ഉപ്പ ഡെയിലി വീട്ടിലുള്ള ആളാണ്. അടുത്ത ചോദ്യം, കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാറുണ്ടോ? ഇല്ല. സമയമാകുമ്പോൾ ഞാൻ എനിക്ക് വേണ്ടത് എടുത്ത് കഴിക്കും. ഉമ്മ ബിസിയാണ്, ഉപ്പ ബിസിയാണ്, ജ്യേഷ്ഠന്മാരൊക്കെ ബിസിയാണ്. അവർക്ക് ഏറ്റവും കൂടുതൽ വികൃതി അല്ലെങ്കിൽ അടി ഉണ്ടാക്കുക, സ്കൂളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, ചെറിയൊരു മോഷണം തുടങ്ങിയ വിഷയത്തിലാണ് ആ കുട്ടി കൗൺസിലിംഗ് വിധേയനാകുന്നത്. കുടുംബവുമായുള്ള ബന്ധം വളരെ ചെറുതാണ്. പക്ഷെ ഈ മാതാവും പിതാവും വളരെ കോപ്പറേറ്റീവ്, മനസ്സിലാക്കാൻ കുട്ടിക്ക് പറ്റിയില്ല എന്നതാണ് സങ്കടം. ഈ സമയത്ത് പ്രത്യേകിച്ച് ടീനേജേഴ്സ് ആ കുട്ടികൾ അടുത്തു വരാൻ ഒരൊറ്റ സൊല്യൂഷൻ പറയാണ്, ഒരു പ്രാവശ്യമെങ്കിലും വീട്ടിൽ ഭക്ഷണം കൂടെ ഇരുന്ന് കഴിക്കുന്ന ഒരു സാഹചര്യം, നല്ല വർത്തമാനങ്ങൾ പറഞ്ഞ് കൂടെ ഇരുന്ന് സംസാരിക്കുന്ന, ഭക്ഷണം കഴിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയാൽ അടുക്കും. കാരണം ഭക്ഷണം മാത്രമല്ല അവിടെ വിളമ്പുന്നത്, പകരം സ്നേഹം കൂടി ഇതിൻ്റെ കൂടെ വിളമ്പുന്നുണ്ട് എന്ന ഓർമ്മയുണ്ടാകുക. നിങ്ങൾക്ക് ഈ ഒരു സംഭവം ജീവിതത്തിൽ പകർത്താൻ പറ്റിയാൽ ജീവിതം നന്നാകും, കുടുംബം നന്നാകും, മക്കൾ കൂടെ വരും. ഓക്കെ.